السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أنس بن مالك رضي الله عنهما قال كان رسول الله صلى الله عليه وسلم يقول اللهم إني أعوذ بك من العجز والكسل وأعوذ بك من القسوة والغفلة والعيلة والذلة والمسكنة وأعوذ بك من الفسوق والشقاق. رواه ابن حبان وصححه الشيخ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുമുല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതീവ ഗൗരവതരമായ ഒരു ദുആഇന്റെ പല ഭാഗങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നത് ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സ്, അല്ലാഹുവേ എല്ലാവിധ ദൗർബല്യങ്ങളിൽ നിന്ന്, വൽ കസ്ൽ മടിയിൽ നിന്ന്, വ അഊദു ബിക മിനൽ ഖസ്വത്ത് ഹൃദയത്തിന്റെ കാഠിന്യത്തിൽ നിന്ന്, പരുഷതയാകുന്നതിൽ നിന്ന്, ക്രൂരനായി മാറുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വൽ ഗഫലത്ത് അശ്രദ്ധയിൽ നിന്ന് ഞാൻ നിന്നോട് റബ്ബേ കാവൽ ചോദിക്കുന്നു. മറ്റൊന്ന് വൽ ഐലത്ത്, ഐലത്ത് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്നാണ് പറയുന്നതെങ്കിൽ പോലും കുടുംബ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും കണ്ണീരും ആവലാതിയും വേവലാതിയുമായി കഴിഞ്ഞുകൂടുന്ന അവസ്ഥയിൽ നിന്ന് ഒരു രക്ഷ എനിക്ക് വേണം എന്നുള്ളത്. വൽ ദില്ലത്ത് പതിതമായ അവസ്ഥ, നിന്ദ്യത, മസ്കനത്ത്, അതുപോലെ തന്നെ അധോഗതി, ദുർഗതി, നിർഗതി എന്നൊക്കെ നമ്മൾ പറയില്ല, അത്. അഊദു ബിക മിനൽ ഫുസൂഖ്, തോന്നിയ മാസത്തിൽ അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഇനി അതിൻ്റെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം നമ്മൾ സാർവത്രികമായി കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ വളരുന്നതിനനുസരിച്ച് പെരുകുന്ന ഒരു രോഗമാണ്. വീട്ടിൽ ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് കേൾക്കുന്നില്ല, ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ കേൾക്കുന്നില്ല, അവസാനം കലഹത്തിലെത്തി, ഛിദ്രതയിലെത്തി, ഭിന്നിപ്പിലെത്തി. അയൽപ്പക്കക്കാരും അങ്ങനെയാണ്. ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ മാനേജർ പറഞ്ഞാൽ, അതിൻ്റെ മുതലാളി പറഞ്ഞാൽ തൊഴിലാളി കേൾക്കണം. അല്ലെങ്കിൽ തൊഴിലാളി പരിചയമുള്ള ഒരാൾ മുതലാളിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല, നമ്മുടെ കച്ചവടത്തെ ബാധിക്കുമെന്ന് തൊഴിലാളി പറഞ്ഞു കൊടുത്താൽ അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ മുതലാളിക്ക് ഉണ്ടാവണം. ഒരു സ്ഥാപനത്തിൽ, ഒരു മത സ്ഥാപനത്തിൽ, മറ്റു ഇതര കാര്യങ്ങളിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് പരസ്പരം സ്വരച്ചേർച്ചയില്ലായ്മ. അവസാനം ആ ഒരു ഭിന്നിപ്പ് കുടുംബ കലഹത്തിലെത്തും, കച്ചവടം പൊളിയുന്നോടത്തെത്തും, സ്ഥാപനം ഇടിഞ്ഞു തകർന്ന് ഇല്ലാതെയായിത്തീരും. ഇങ്ങനെയുള്ളൊരു അവസ്ഥ പൊതുവിൽ കണ്ടുവരികയാണ്. എന്തുകൊണ്ട് ചോദിച്ചാൽ അണ്ടിയാണോ മൂത്തത് മാങ്ങയാണോ മൂത്തത് എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാവും. ഞാനിപ്പോൾ എന്തിൻ്റെ കുറവാണുള്ളത്? ഒരു ഉമ്മയും ഉപ്പയും എങ്ങനെയാണോ അതേപോലെയുള്ളൊരവസ്ഥ പരസ്പരം ഇഷ്ടപ്പെട്ടും അംഗീകരിച്ചും കഴിയണം. നമ്മൾ പറയല്ലേ ഏകോദര സഹോദരന്മാർ, ഉദരം ഒന്നും, അതായത് വട്ടിയൊന്നും വിത്തൊന്നും എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കൃത്യവുമാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലുക്കും മിൻ ആദം ആദം മിൻ തുറാബ്, നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്. ആദമാര മിൻ തുറാബ്, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു മെച്ചവും മേന്മയും മഹത്വവും ആഢ്യതയും ഒന്നും പറയാനില്ല, എല്ലാം കണക്കാണ്. പിന്നെന്താ ഉള്ളത്? നിങ്ങളിൽ അല്ലാഹുവിനൊരിക്കൽ നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു വേർതിരിവുണ്ട് എങ്കിൽ അത് സൂക്ഷ്മതയുടെ മാനദണ്ഡത്തിൽ മാത്രമാണ്, ബാക്കിയെല്ലാം ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ഭിന്നിപ്പുകൾ ഇല്ലാതിരിക്കുക. കുടുംബത്തിലായിരുന്നാലും വേറെ ഏത് മേഖലകളിലായിരുന്നാലും ഐക്യമുണ്ടാവണം, അനൈക്യമില്ലാതെയായി തീരണം. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്നവരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസി സമൂഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൽ മാനവികമായി, മനുഷ്യൻ വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികമായി പാലിക്കേണ്ടുന്ന ഒരു പറ്റം മര്യാദകളാണ് കുറഞ്ഞ ആയത്തുകൾക്കിടയിൽ പഠിപ്പിക്കുന്നത്. അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും, തീർച്ചയായും വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ സഹോദരങ്ങളാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ടെങ്കിൽ അത് യോജിപ്പുണ്ടാക്കണം. ഒരു സ്വർണത്തിന്റെ വളയാണ്, ഒരു ആഭരണമാണ് വിചാരിച്ചോ, പൊട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ബുദ്ധിയുള്ളവർ വലിച്ചു തോട്ടിലേക്ക് എറിയില്ലോ, അത് വിളക്കൂലേ? ഈ വിളക്കലിലാണ് ഇസ്ലാഹ് എന്ന് പറയുക. ഫഅസ്ലിഹു, നിങ്ങൾ സുൽഹ് ഉണ്ടാക്കണം. അത് എവിടുന്ന് കിട്ടും?
വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികമായി ഒക്കെ പ്രയാസങ്ങൾ നാം എന്താ ചെയ്യാം? അള്ളാഹുവിനോട് ദുആ ചെയ്യുക തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിലുള്ളത് വശ്ശിഖാഖ്, അള്ളാഹുവെ ഭിന്നിപ്പിൽ നിന്ന്, കക്ഷിത്വത്തിൽ നിന്ന്, മാത്സര്യത്തിൽ നിന്ന്, ഐക്യം ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന്, ഭിന്നിപ്പിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. നമുക്ക് ആ ദുആ ഇങ്ങനെയും പറയാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശിഖാഖ്, അല്ലാഹുവേ സാമുദായികമായി, സാമൂഹികമായി ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഒക്കെ യോജിച്ചു നിൽക്കുന്ന ദുഃഖകരമായ അവസ്ഥ വളർന്നു വരുമ്പോൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സൽഫലങ്ങൾ ഇരുലോകത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് ആജിലും കാമിലുമായ ശിഫാ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രയാദിക്കവും പ്രയാസവുമുള്ള ആളുകൾക്ക് അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താഖത്തും ആഫിയത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് മാറി നിന്ന് അഫ്ദലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ് الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.